അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്തിഗാസ ശിർക്കല്ല എന്നതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്നത് ബഹുമാനപ്പെട്ട മഹാനായ മുഹദ്ദിസായ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം ദാരിമി റളിയല്ലാഹു അൻഹുവിൻ്റെ സുനനുദ് ദാരിമിയിൽ ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. അതിനിക്ക് ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്ന ബാബുമ അക്രമല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ മൗതിഹി. വഫാത്തിന് ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ച കാര്യങ്ങൾ വിവരിക്കുന്ന അധ്യായം എന്നൊരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഹദ്ദസന അബുൻ നൊമാനി ഹദ്ദസന സഈദ് ഇബ്നു സൈദിൻ ഹദ്ദസന അംറു ഇബ്നു മാലിക് നുക്രിയോ ഹദ്ദസന അബുൽ ജൗസായി ഔസ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹും. ബഹുമാനപ്പെട്ട അബുൽ ജൗസായി തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു. കാല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഉഹിത അഹ്ലുൽ മദീനത്തി കഹ്തൻ ഷദീദ. മദീനയിലുള്ള ആളുകൾ, മദീനക്കാർ കടുത്ത ക്ഷാമം, വരൾച്ച അഭിമുഖീകരിച്ചു. ഫശഖൗ ഇല ആയിഷത റളിയല്ലാഹു അൻഹ. മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് അവർ ആവലാതി ബോധിപ്പിച്ചു. ഫഖാലത്ത്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉൻദുറു ഖബ്റ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅലു മിൻഹു കിവൻ ഇലസ് സമായി ഹത്താ ലാ യകൂന ബൈനഹു വ ബൈനസ് സമായി സഖഫുൻ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ സമീപിക്കുക, മാത്രമല്ല ആകാശത്തിന്റെയും ആ ഖബറിന്റെയും ഇടയിൽ മറവരാത്ത വിധത്തിൽ അവിടുത്തെ മേലാപ്പിനെ നീക്കുക. കാല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഫഅലു, മദീനക്കാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ചെയ്തു. ഫമുത്തിർന മതറൻ ഹത്താ നബതൽ ഉശുബു വസമീനത്തിൽ ഇബ്ലു. മാത്രമല്ല അങ്ങനെ ചെയ്തപ്പോഴോ സമൃദ്ധമായി ധാരാളം മഴ വർഷിക്കുകയും ചെയ്തു. മാത്രമല്ല സസ്യങ്ങൾ മുളച്ചു പൊന്തുകയും ഒട്ടകങ്ങൾ തടിച്ചു കൊലുക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുനനുദ് ദാരിമിയിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല ശേഷം പറയുകയാണ്, റിജാലുഹു സിഖാത്തുൻ വഹുവ മൗഖൂഫുൻ അലാ ആയിഷ. ഇതിൽ പറയപ്പെട്ട റാവിമാരെല്ലാവരും വിശ്വസ്തരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ മുഹദ്ദിസ് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മദീനയിലുള്ള ആളുകൾ വരൾച്ച, ക്ഷാമം ബാധിച്ചപ്പോൾ അവർ മഹദിയായ ആയിഷ ബീവിയിലേക്ക് പരാതി ബോധിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് വഫാത്തായ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകാനാണ്. മുജാഹിദുകളുടെ വാദപ്രകാരം ഇത് ശിർക്കാണ് എന്നല്ലേ അവർ പ്രചരിപ്പിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ സുന്നികളായ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. നഊദു ബില്ലാ, അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും അവർ അങ്ങനെ ചെയ്തതിന്റെ കാരണത്താൽ അവർക്ക് നല്ല മഴ വർഷിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ സുനനുദ് ദാരിമി എന്ന ഗ്രന്ഥത്തിൽ. അതും അദ്ദേഹം രേഖപ്പെടുത്തിയതിന്റെ ഹെഡിങ് എന്താണ്? ബാബുമ അക്രമല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ മൗതിഹി. വഫാത്തിന് ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം എന്ന തലക്കെട്ടിലാണ് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് മുജാഹിദുകൾക്ക് ഇതിനെ നിഷേധിക്കാൻ സാധിക്കുക? മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറയുന്നത് റിജാലുഹു സിഖാത്തുൻ വഹുവ മൗഖൂഫുൻ അലാ ആയിഷ. അതിൽ പറഞ്ഞ രാവിമാരെല്ലാവരും വിശ്വസ്തരാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾ അദ്ദേഹത്തിന്റെ വഫായിൽ ഈ സംഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിളുൽ ഹദീസ് എന്ന് ലോകം അംഗീകരിച്ച പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് ഏറ്റവും പ്രാമാണ്യം കൽപ്പിക്കുന്ന ഗ്രന്ഥമാണല്ലോ സഹീഹുൽ ബുഖാരി. ആ ഗ്രന്ഥത്തിനിക്ക് ആധികാരികമായ ശർഹ് എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹിദായത്തുർ റുവാത്തി ഇലാ തഖ്രീജി അഹാദീസിൽ മസാബീഹി വൽ മിഷ്കാത്ത് എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അൽ ഫളാഇൽ വശമാഇലിൽ വന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഭാഗത്ത് മുത്തുനബിയുടെ മുഅ്ജിസത്തുകൾ കറാമത്ത് എന്ന അധ്യായത്തിലാണ് ഈ സംഭവത്തിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്.
ഈ ഇമാമിയങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറ്റുള്ള ഇമാമിയങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഇമാമിയങ്ങൾക്ക് ശിർക്ക് തിരിഞ്ഞില്ല എന്നോ അതല്ലെങ്കിൽ ഇമാമിയങ്ങൾ ശിർക്കിനെ പ്രോത്സാഹിപ്പിച്ചുവെന്നോ ചിന്തിക്കാൻ സുന്നികളായ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇസ്തിഗാസ ശിർക്കല്ല എന്നതിനേക്കുള്ള വ്യക്തമായ തെളിവാണിത്. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുജാഹിദുകളുടെ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും.